മനസ്സു നന്നാകട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൻ, സൗവർണാഭ പരന്നാൻ. സൗഹൃദ സിദ്ധികൾ പൂത്താൻ, സൗവർണാഭ പരന്നാൻ. സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സ് നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ. ജവാന്മാരുടെ പാവന സ്മരണയ്ക്കു മുമ്പിൽ പ്രണാമം അർപ്പിക്കട്ടെ. ൾക്ക് മുമ്പിൽ പ്രാർത്ഥനാപൂർവം നിൽക്കാം. ജൂൺ 17 മുതൽ ആരംഭിച്ച കണ്ണൂർ ജില്ലാ മഹിളാ വിംഗ് കമ്മിറ്റിയുടെ കീഴിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി എന്നീ താലൂക്കുകളിലായി 35 പ്രൈമറി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. കോലത്തിരി രാജവംശത്തിൻ്റെ കേരളത്തിലെ ഏക രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ മ്യൂസിയം, പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെൻറ്റ് ആഞ്ചലോസ് കോട്ട, പയ്യാമ്പലം ബീച്ച്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര, സ്നേക്ക് പാർക്ക്, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, മലയാളത്തിൻ്റെ ആദ്യ നിഘണ്ടുവിൻ്റെ ഉപജ്ഞാതാവായ ഹെർമൻ ഗുണ്ടർട്ട് താമസിച്ചിരുന്ന തലശ്ശേരിയിലെ ബംഗ്ലാവ്, ഇന്ത്യയിൽ ആദ്യമായി സർക്കസ് തുടങ്ങിയത്, കേക്ക് നിർമ്മാണം ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. സമയക്രമം പാലിക്കേണ്ടതിനാൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മഹിളാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ലളിത എം നായരാണ്. മേഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹിളാ വിങ്ങിൻ്റെ തലപ്പത്ത് കുറേ വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ കഴിഞ്ഞ കുറേ വർഷം സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ ലളിത എം മാഡം. ശ്രീമതി ലളിത എം നായരെ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനൻറ്റ് കേണൽ ജയദേവൻ പി റിട്ടയർഡ് ആണ്. സാറിനെ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹവിൽദാർ എസ് കെ അജികുമാർ റിട്ടയർഡ് ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും മഹിളാ വിങ്ങിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളുള്ള അല്ലെങ്കിൽ മഹിളാ വിങ്ങിന് എല്ലാ സഹായം ചെയ്തു തരുന്ന വൈസ് പ്രസിഡൻറ്റ് ലഫ്റ്റനൻറ്റ് കേണൽ ശശികുമാർ റിട്ടയർഡ് സാറാണ്. സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന യോഗ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സംസ്ഥാനത്തെ മഹിളാ വിംഗ് ജനറൽ സെക്രട്ടറി ശ്രീമതി തുളസി ശങ്കറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുളസി മാഡം കഴിഞ്ഞ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. 2024 ജൂൺ 1 മുതൽ 2024 ജൂലൈ 26 വരെയുള്ള സംസ്ഥാന വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്ന സംസ്ഥാന ട്രഷറർ ശ്രീമതി ഇന്ദുലേഖ മുരളീധരനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അതായത് ഈ ഗവേണിംഗ് കൗൺസിലിന് ആതിഥേയം വഹിക്കുന്ന കണ്ണൂർ ജില്ലയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് വത്സരാജ് സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം വിനയത്തോടുകൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്
കൃതജ്ഞത അറിയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ജയശ്രീ ദീനമണിയെ സഹർഷം അതിനു മുമ്പേ വിട്ടുപോയി, അത് എൻ്റെ തന്നെ സ്വന്തം ആളായതുകൊണ്ട് വിട്ടുപോയതായിരിക്കണം. നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശാന്തമ്മ ടീച്ചറെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് എൻ്റെ ആളായതുകൊണ്ടൊന്ന് വിട്ടുപോയത്, സോറി. മണി മാഡത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാതൃസംഘടനയുടെ, കണ്ണൂർ ജില്ലയുടെ മാതൃസംഘടനയുടെ ഭാരവാഹികളും മറ്റ് ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന മാതൃസംഘടനയുടെ ഭാരവാഹികളെയും ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ വിവിധ ജില്ലകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്ന ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരെയും ജില്ലാ പ്രസിഡൻറ്റ്, സെക്രട്ടറി, കൂടാതെ ഒന്നുകൂടി വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ എക്സ് ഒഫീഷ്യൽ, അതായത് കഴിഞ്ഞ പ്രസിഡൻറ്റ്, നമ്മളെ സ്റ്റേറ്റ് മഹിളാ വിംഗ് പ്രസിഡൻറ്റ് ലളിത എം നായരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ സാറിനെ, ശ്രീ അജികുമാർ സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ശശികുമാർ സാർ, മഹിളാ വിംഗ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളെ, 2018-2021 കാലയളവിൽ ഞാൻ മാറി നിന്നത് മഹിളാ വിങ്ങിനോടുള്ള ദേഷ്യം കൊണ്ടോ, മഹിളാ വിങ്ങിനോട് എനിക്കൊരു എതിർപ്പുമില്ലായിരുന്നു. പക്ഷേ മാതൃസംഘടനയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ അതേ തുടർന്നാണ് കേസിന് പോയതും ഒക്കെ. അതേ അഭിപ്രായ വ്യത്യാസമായിരുന്നു ഇപ്പം മാതൃസംഘടനയുടെ, വ്യത്യാസം വന്നില്ല, മാതൃസംഘടനയുടെ ഇലക്ഷനിലും ഉണ്ടായത്. ആദ്യം നിശ്ചയിച്ചു, പിന്നീട് അത് മാറ്റിവെക്കേണ്ടി വന്നു. അത് മാറ്റിവെച്ചു, സമാധാനപൂർവ്വം നടത്തി. ആകാശം ഇടിഞ്ഞു വീഴുവോ ഭൂമി കുലുങ്ങോ ഒന്നും ചെയ്തില്ല. ഇത് തന്നെ ഞങ്ങളും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. 2021 ഒരല്പസമയവും കൂടി തരൂ. ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ 3 ജില്ലകളുടെ ഇലക്ഷൻ നടന്നില്ല. ആ ലിസ്റ്റ് ഇട്ടിട്ട് ഇലക്ഷൻ നടത്താൻ ആര് വേണമെങ്കിലും കയറി വന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ നേതൃത്വത്തിന് അത് സ്വീകരിക്കാൻ വൈമനസ്യായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ ആ കേസിലേക്ക് കൊണ്ടെത്തിച്ചത്. ഈയിടെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 21-ാം തീയതി ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അവരുടെ പാലക്കാട് ജില്ല തൃത്താല ബ്ലോക്കിൻ്റെ വാർഷിക പൊതുയോഗമായിരുന്നു. അവിടെ ഒരു 4-5 ബ്ലോക്കുകളും കൂടി സഹകരിച്ച് വളരെ ഗംഭീരമായ രീതിയിൽ അവർ വാർഷിക പൊതുയോഗം നടത്തി. 2019 ഞങ്ങൾ അവിടെ പോയിരുന്നു. ഞാനും ശ്രീമതി കാർത്തേനി മേനോനും കൂടി അവിടെ പോയി പല കാര്യങ്ങളും പറഞ്ഞതനുസരിച്ച് അവർ മെമ്പർഷിപ്പ് കൂട്ടുകയും അവരുടെ നല്ലൊരു പ്രവർത്തനവും അവർ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു വാർഷിക പൊതുയോഗവും നടത്തി. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവരെല്ലാം ആ പാലക്കാട് ജില്ലയിൽ ഇലക്ഷൻ നടത്താത്ത കാരണം അസ്വസ്ഥരാണ്. കൂടെ ഒരു 4-5 ബ്ലോക്ക് കൂടി അവരുടെ കൂടെ ചേർന്നിരുന്നു. നല്ല രീതിയിൽ അത് ഞങ്ങളും കണ്ടാസ്വദിച്ചിട്ടാണ് പോകുന്നത്. അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതായ കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ അവിടെയും പറഞ്ഞിരുന്നു, നമുക്കെല്ലാം ഒരു ഡിപ്പെൻഡൻറ്റ് കാർഡ് ഉണ്ടാക്കാം. അതായത് മഹിളാ വിങ്ങിൻ്റെ ഒരു കാരണം മറ്റുള്ള ബോധവൽക്കരണമൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും അറിയാം. 2012 ഒന്നുമില്ലാതിരുന്ന ആ മഹിളാ വിങ്ങിന് ഇത്രയും പന്തലിച്ച് നിൽക്കുന്നത്, പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് തന്നെ ആ ബോധവൽക്കരണത്തിൻ്റെ ഇതാണ്. അവർ മനസ്സിലാക്കി മഹിളാ വിങ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാകണമെന്നും അതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അതല്ലെന്ന് വരികയിൽ നാളെ ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും എല്ലാം അവർ മനസ്സിലാക്കി. അവരെ ബോധവൽക്കരിക്കാൻ ചെന്നിരുന്ന സമയത്ത് പലർക്കും അവരവരുടെ ഭർത്താക്കന്മാരുടെ റാങ്ക് എന്താണെന്ന് പോലും അറിയില്ല, ഡോക്യുമെൻ്റ് എന്താണെന്നറിയില്ല, ആ ഡോക്യുമെൻറ്റിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ ഇന്നുള്ള എല്ലാവർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എന്നിരുന്നാലും ഇപ്പം ഈ സ്പർശം എന്ന് പറഞ്ഞ ഒരു ഇത് വന്നപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. സ്പർശയിൽ വരുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റായിരിക്കണം. കറക്റ്റായിരുന്നില്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ അത്ര എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയാനുള്ള സമയക്കുറവുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതൃസംഘടനയ്ക്കൊക്കെ അറിയായിരിക്കും ഇതെല്ലാം. പറയുമ്പോൾ ഞങ്ങൾ കോട്ടയം ജില്ലയിലൊക്കെയാണെങ്കിൽ അവിടെ DPDOയിൽ ചെന്നുമൊക്കെ അന്വേഷിച്ചാണ് ഞങ്ങളിതെല്ലാം പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സ്പർശം വന്നപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുമുണ്ട്. അത് ഈ വിഡോസിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഭർത്താക്കന്മാരുള്ളവരോട് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയും വയ്ക്കണം. നാളെ ഒരു സമയത്ത് ആരാണ് പോകുന്നത് ആരാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല.
അതുപോലെ ECHS വിഷയം, ഈ ഡിപ്പെൻഡൻറ്റ് കാർഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഡിപ്പെൻഡൻറ്റ് കാർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് ബ്രിഗേഡിയർ ആനന്ദക്കുട്ട സാറ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അദ്ദേഹം പല ഗവേണിംഗ് കൗൺസിലുകളിലും പ്രസംഗിച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ ജില്ലാ സൈനിക ബോർഡിൽ നിന്നാണ് അത് ഉണ്ടാക്കി തരുന്നത്. ജില്ലാ സൈനിക ബോർഡിൽ ഭർത്താക്കന്മാരുടെ ഡോക്യുമെൻറ്റും ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡും കൂടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഫോമുണ്ട്. അത് നിറച്ച് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്ത്രീകളുടെ നമ്മുടെ കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരു പക്ഷേ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി തരും. അതല്ലെങ്കിൽ പിറ്റേ ആഴ്ച ചെല്ലാൻ പറയും. കോട്ടയം ജില്ലയിലാണെങ്കിൽ ഒരു 100 രൂപ അവർ വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ ഇതായിട്ട്. ആദ്യകാലങ്ങളിൽ അവർക്ക് ആളുകൾ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാം ജില്ലകളിൽ നിന്ന് കുറച്ച് പേരൊക്കെ പോയിരുന്ന് അവരെ സഹായിച്ചിരുന്നു. ഇപ്പോൾ അവർ തന്നെയാണ് അത് നടത്തുന്നത്. അതുകൊണ്ട് ആ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതിനും ഒക്കെ നമുക്ക് സ്വന്തമായ ഐഡൻറ്റിറ്റി കാർഡും കൂടി അത് നമുക്ക് പല കാര്യങ്ങൾക്കും, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ നമുക്ക് ഒത്തിരി അതിനകത്ത് വെൽഫെയർ കിട്ടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കണം. അല്പം ബുദ്ധിമുട്ടേ ഉള്ളൂ. അതെല്ലാം അത് ആ ഭർത്താവിൻ്റെ ID കാർഡിൻ്റെ നമ്പറിനനുസരിച്ചിട്ടാണ്, അതിനോട് ചേർത്താണ് നമ്മളത് ഉണ്ടാക്കി തരുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ വന്നിട്ട് ECHS വിഷയമാണ്. ECHSലാണെന്ന ഏരിയയിൽ നമുക്ക് കാർഡ് 3ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവനും. അതായത് ജനറൽ കാറ്റഗറി, സെമി പ്രൈവറ്റ്, പിന്നെ പ്രൈവറ്റ്. അപ്പോൾ ഈ ജനറൽ കാറ്റഗറി, സെമി പ്രൈവറ്റ്, പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഈ ജനറൽ കാറ്റഗറിയിൽ 1500 രൂപ പെർ ഡേ ഉണ്ട്. പക്ഷേ പെർ ഡേ 1500 ഉണ്ടെങ്കിലും ഈ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞ കാരണം അവർക്ക് വാടകയെ കൊടുക്കുകയുള്ളൂ. ആ വാർഡ് കൊടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ 650 രൂപ 700 രൂപ കൂടിയ റൂമൊന്നും ഇല്ല, പക്ഷേ അവർ റൂം കൊടുക്കില്ല. അതുപോലെ സെമി പ്രൈവറ്റ് അവർക്ക് 3000 രൂപ ഉണ്ടെങ്കിലും അവർക്ക് ആ രണ്ട് പേര് സെമി പ്രൈവറ്റ് അതിനനുസരിച്ചേ കൊടുക്കുകയുള്ളൂ. ഓഫീസേഴ്സിനാണെങ്കിൽ 4500 രൂപയാണ് കൊടുക്കുന്നത്. അത് ICU കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യമാണ് 5500 രൂപ. അതെല്ലാവർക്കും തുല്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളിവിടെ കേരള സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ വേണം ഒരുമിച്ച് നിന്ന് ഇതിനെ പോരാടിയാൽ ഈ കാർഡിൻ്റെ കാറ്റഗറി മാറ്റണം എന്നാണ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സംഗതികൾ ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളും തരാം. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് നമുക്കുള്ളതും കൂടെ ഇല്ലാതെ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതാണ് സംഗതി. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഹോസ്പിറ്റലുകാരുടെ കുഴപ്പമല്ല. ശ്രീ അജിത് കുമാർ, കണ്ണൂർ ജില്ല എനിക്കത്ര ദൂരമുള്ള ജില്ല. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. തൊട്ടടുത്ത് തന്നെയാണ്, ദൂരമില്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ല എനിക്ക് പുതുതല്ല. പക്ഷേ പല സ്ഥലത്തു നിന്ന് വന്ന കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള വന്നിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തിയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നും സ്വാഗതം ചെയ്യുകയാണ്. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നലെ നമ്മുടെ 25ാം വാർഷികം, കാർഗിൽ ദിവസത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചു. വിവിധ ജില്ലകളിൽ, വിവിധ ബ്ലോക്കുകളിൽ പലവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വീരചരമം പ്രാപിച്ച നമ്മുടെ 527 ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്തിരിക്കും. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ മഹിളാ വിങ്ങിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ആദ്യം നമ്മുടെ പ്രാർത്ഥന ചൊല്ലിയതാണ്. മനസ്സ് നന്നാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അതിലെ കാവ്യത്തിലെ ആദ്യത്തെ വരി മനസ്സ് നന്നാവട്ടെ എന്നാണ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മഹിളാ വിങ് ആയാലും ശരി, മാതൃസംഘടന ആയാലും ശരി, മനസ്സ് നന്നാവട്ടെ. മനസ്സ് നന്നായെങ്കിൽ നമുക്കിങ്ങനത്തെ ഒരു കോർട്ട് കേസോ അനാവശ്യമായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ പ്രാർത്ഥന എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരും ഉള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരു സ്ഥാനത്തേക്ക് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു, സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീമതി ലളിത നായരെ മഹിളാ വിങ്ങിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എനിക്കെന്ത് കിട്ടും, അല്ലെ എനിക്കെന്ത് ലഭിക്കും, എനിക്കെന്താണ് ഇതുകൊണ്ടുള്ള കാര്യം എന്നുള്ളതല്ല നമ്മൾ ചിന്തയുണ്ടാവേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കോർട്ട് കേസുകളോ ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊക്കെ നടന്നു. ഞാനതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പല സംഗതികളിലും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ.
പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഈഗോ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് എൻ്റെ പേരിൽ 4 കേസാണെന്ന് തിരുവനന്തപുരത്തുള്ളതെന്ന് തോന്നുന്നത്, അല്ലെ 4 കേസ് ഇന്ന് എൻ്റെ പേരിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള 4 കേസ് ഇന്ന് തിരുവനന്തപുരത്തുണ്ട്, 2 കോഴിക്കോടുണ്ട്, പിന്നെ എവിടേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ കേസിനൊക്കെ പോയതുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് നഷ്ടമല്ലാതെ ലാഭം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കേസ് വാദിക്കുന്ന വക്കീൽമാർക്ക് നല്ല ലാഭം ഉണ്ടാവും, നമുക്കൊരു ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് മഹിളാ മെമ്പർമാരോട് പ്രധാനമായി പറയാനുള്ളത്, നിങ്ങളുടെ പ്രാഥമിക യൂണിറ്റുകളിൽ പോകുമ്പോഴുള്ള സംഗതികൾ, നമ്മളുടെ പല സഹോദരിമാർക്കും നമ്മൾക്ക് എന്താണ് എൻറ്റൈറ്റ്മെൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്സിന് എന്തൊക്കെയാണ് എൻറ്റൈറ്റ്മെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അറിവ് വളരെ കുറവാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അവരൊക്കെ ഈ അറിവ് നേടിക്കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. നമ്മൾ ഈ സ്ഥാനത്തിരിക്കുന്ന ഏത് മെമ്പറായാലും ശരി, ആ സ്ഥാനത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കടമയാണ് അവരെ ഉദ്ബോധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അവർക്കുള്ള എൻറ്റൈറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവർക്ക് അവരെ അവകാശപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ പലരും അവശരായി കിടക്കുന്ന പലരും വീടുകളിലുണ്ടാകാം. നമ്മുടേതായിട്ടുള്ള ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കാം, ചിലപ്പോൾ അവരുടെ വിധവകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കാം. ഇതിനൊക്കെ നമ്മുടെ കയ്യിലൊരു നമ്മുടെ നേതാക്കന്മാരായ നമ്മുടെ എല്ലാവരുടെ കയ്യിലും നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയിട്ടുള്ള പ്രൈമറി യൂണിറ്റ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. എന്തിനാണ് ഈ ഓഡിറ്റർ എന്താ ആവശ്യമുള്ളത്? നമ്മൾ കൃത്യമായി ചെയ്യാൻ എന്തിനാണ് ഓഡിറ്റേഴ്സ് ഉള്ളത്? പക്ഷേ എങ്കിലും എല്ലാ സംഗതികളും ട്രാൻസ്പെറൻസി സുതാര്യമായി നടക്കണമെങ്കിൽ നമുക്കൊരു ഓഡിറ്റേഴ്സ് കൂടെ ആവശ്യമാണ്. ആരും തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റുകൾ സംഭവിക്കാം, മനഃപൂർവ്വമായിരിക്കില്ല, തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതിനാണ് ഓഡിറ്റേഴ്സ് വരുമ്പം അവരൊരു വലിയ കുറ്റകൃത്യം ചെയ്യാൻ വരുന്നമാരല്ല. അവർ കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരതിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനെപ്പറ്റിയുള്ള സുതാര്യമായ പ്രശ്നങ്ങൾ എല്ലാ മെമ്പേഴ്സിനെ അറിയിച്ചുകൊണ്ട് അതിൽ തെറ്റുകുറ്റങ്ങൾ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത്. ഇല്ലാതെ ആ തെറ്റുകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അത് വലിയ തെറ്റായി തീരും. അത് നമുക്ക് പിന്നീട് ഭാവിയിലൊരു പ്രശ്നങ്ങളായി തീരും. അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ പ്രിയമ സഹോദരിമാർ, അവരുടെ എല്ലാം സ്മരണയ്ക്ക് മുന്നിൽ അവരുടെ സ്മൃതിമണ്ഡപങ്ങളിൽ ഹൃദയപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പൊതുയോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന നേതാക്കൾ, ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാർ, നമുക്ക് ആതിഥ്യം നൽകുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ, എല്ലാ ബഹുമാന്യ വ്യക്തികളെയും സംസ്ഥാന മഹിളാ വിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വിമുക്ത സൈനികരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ പുരോഗതിക്കും വേണ്ടി പോരാടുന്നതിനുമായി രൂപം കൊണ്ട് കേരളമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് യൂണിയൻ. അതിൻ്റെ പോഷക സംഘടനയായിട്ടാണ് മഹിളാ വിംഗ് രൂപീകൃതമായത്. യൂണിറ്റ് തലത്തിൽ തുടങ്ങി സംസ്ഥാന തലം വരെ മഹിളാ വിംഗ് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണവും അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനവും കൊണ്ട് മാത്രമേ ഈ സംഘടന ശക്തി പ്രാപിക്കൂ. ജനറൽ ബോഡിയിൽ അതിനൊരു തീരുമാനം വേണം. അവരുടെ ചിലവാക്കിയ പൈസ അത് കണക്കും വൗച്ചറും, അല്ലാതെ അവർ പറയുന്നതല്ലാണ്, കൃത്യമായ ചിലവായ പൈസയുടെ കണക്കും വൗച്ചറും ബില്ലും അത് തന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ അവിടെ 10,000 രൂപ കൊടുത്ത് ഞങ്ങൾക്ക് 10,000 രൂപ ആണെന്ന് ഒരു കാരണവശാലും 1 രൂപയും കൊടുക്കത്തില്ല. അവരുടെ 3 പേരുടെ കയ്യിൽ നിന്ന് എടുത്തേക്കുമാണ്. ആ പൈസ ആ 3 സഹോദരിമാർക്ക് കൊടുക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സഹോദരിമാർ അതിന് അംഗീകാരം തരണം വെച്ചാൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തതാണ്. 2021-24 കാലഘട്ടം സത്യത്തിൽ അന്നത്തെ ഭരണസമിതിയെ ബലിയാടാക്കുകയാണ് ചെയ്തത്. അവരൊക്കെ അറിഞ്ഞുകൂടായിരുന്നു ഇത്ര ജില്ല പങ്കെടുക്കണമെന്നോ ഇത്ര ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ജില്ല ഉൾപ്പെടെ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ
കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടുന്നവരാണ്. 9 ജില്ല ഞങ്ങൾ പങ്കെടുത്തില്ല. അന്നത്തെ ഇരുന്ന ഭരണസമിതി അവർ ഇലക്ഷൻ ഇവരും 5 പേരെ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജയിപ്പിച്ചവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട. പക്ഷെ അതുണ്ടായില്ല. അവിടെ വിവാഹം ഉണ്ടായി. അതിൻ്റെ നഷ്ടം നമുക്ക് സംഘടനയ്ക്കാണ് സംഭവിച്ചത്. മഹിളാ വിങ്ങിൻ്റെ 3 വർഷത്തെ പ്രവർത്തനം പുറകിലോട്ട് പോയി അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഇനിയെങ്കിലും അതുണ്ടാകാൻ പാടില്ല, അതുണ്ടാവില്ല എന്നാണ് ഞങ്ങളിരിക്കുന്നുള്ള കാലം. പാലക്കാടിൻ്റെ ഇഷ്യൂ, പാലക്കാട് ഇലക്ഷൻ നടത്തും, അതിനൊരു സംശയം വേണ്ട. പക്ഷേ അത് ജില്ലയും കൂടെ മാതൃസംഘടനയുടെ ജില്ലയും കൂടെ മുകളിലേക്ക് എടുത്തുകൊണ്ട്, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഇലക്ഷൻ അടിച്ചേൽപ്പിക്കാമെന്നൊന്നും ഇല്ല. ഞങ്ങളതിന് കൂട്ടി നിൽക്കില്ല. ഞങ്ങൾ നടത്തും. പക്ഷേ പാലക്കാട് ജില്ലയിൽ മാതൃസംഘടന ആൾക്കാരെയും കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുകയുള്ളൂ. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് വേണ്ട സമയത്ത് നടത്തിയിരിക്കും. മിക്കവാറും അടുത്ത GCയിൽ അവരെ കൂടെ പങ്കെടുപ്പിക്കേണ്ട ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്നാൽ ഞാൻ അറിയിക്കാം. EC സംബന്ധമായ 1-2 പോയിന്റുകൾ പറഞ്ഞു. നമ്മുടെ ഹൈക്കോടതിയിലെ റൂം റെൻറ്റിൻ്റെ പറ്റിയുള്ള കേസ് നടക്കുകയാണ്. നമ്മൾ 2022 കൊടുത്ത ഒരു കേസാണ്. ഇന്നലെ ഞാൻ എൻ്റെ വക്കീലുമായിട്ട് അഡ്വക്കേറ്റുകാർ സംസാരിച്ചു. 3 പ്രാവശ്യം സെൻട്രൽ ഗവൺമെൻറ്റിനോട് അവർ അഭിപ്രായം ചോദിച്ചു. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിനോടും MD ECHനോടൊക്കെ. അവർ ഇതുവരെ ഒന്നും തന്നെ ഇത് പോളിസി മാറ്റർ ആയതുകൊണ്ട് ഒറ്റ കോടതി പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതിനും അഡ്വാൻസ് സ്റ്റേജിലാണ്. ഈ വർഷത്തിനുള്ളിൽ ആ ഒരു റൂം റെൻ്റ് കേസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. മഹിളാ വിങ്ങിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിക്കും ബാക്കി ഈ ഓർഗനൈസിങ് ചെയ്യാനുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय भारत माता की जय एक्स सर्विसेस ले जय